അമേരിക്കയും റഷ്യയും പാരമ്പര്യ ശത്രുക്കളാണ്. എന്നാൽ ഈ ലോകശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. പക്ഷേ ലോകത്തെവിടെ സംഘർഷമുണ്ടായാലും വിരുദ്ധ ചേരികളിൽ ഇരു രാജ്യങ്ങളും ഉണ്ടാകും. യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം തന്നെ എടുക്കാം. യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാനൊപ്പം റഷ്യയും ഇസ്രായേലിനൊപ്പം അമേരിക്കയുമുണ്ട്. ഈ ലോകശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണോ? അങ്ങനെയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ വ്യോമാതിർത്തി മറികടന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ പറന്നതായി റിപ്പോർട്ട്. റഷ്യൻ എയർഫോഴ്സ് ഇതുറപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ ടെലിഗ്രാം പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. റഷ്യയുമായി ചേർന്ന് കിടക്കുന്ന അമേരിക്കയുടെ ഏറ്റവും വലുതും 49ാമത്തേതുമായ സംസ്ഥാനമാണ് അലാസ്ക. റഷ്യയിൽ നിന്നും ഏകദേശം 88 കിലോമീറ്ററുകൾ മാത്രമാണ് ഈ സംസ്ഥാനത്തേക്കുള്ളത്. റഷ്യയുടെ ആണവ യുദ്ധവിമാനങ്ങൾ അതിർത്തി ലംഘിച്ച് പറന്നിരിക്കുന്നത് ഇവിടെയാണ്. ആണവശേഷിയുള്ള 2 Tu-95MC ബോംബറുകളുടെ ഷെഡ്യൂൾ ഫ്ലൈറ്റുകളാണ് തങ്ങൾക്ക് മുകളിലൂടെ പറന്നത് എന്നാണ് അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. Su-95MS എന്ന അപകടകാരിയായ റഷ്യൻ ആണവ യുദ്ധവിമാനം അമേരിക്കൻ അതിർത്തിയിലൂടെ നീണ്ട 15 മണിക്കൂർ പറന്നിരിക്കുന്നത് റഷ്യൻ എയ്റോസ്പേസ് സേനയുടെ Su-35S, Su-13SM ഫൈറ്റർ ജെറ്റുകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ്. രാത്രിയിൽ വിമാനം പറന്നുയരുന്നതും പകൽ സമയത്ത് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. ആർട്ടിക് നോർത്ത്, അറ്റ്ലാന്റിക്, പസഫിക് തുടങ്ങിയ സമുദ്രങ്ങൾക്ക് മുകളിലൂടെ വ്യോമയാന പൈലറ്റുമാർ സ്ഥിരമായി പറക്കാറുണ്ടെന്നാണ് അമേരിക്കയുടെ ഈ വിഷയത്തിലെ നിലപാട്. അന്താരാഷ്ട്ര അതിർത്തിയിൽ 4 റഷ്യൻ യുദ്ധവിമാനങ്ങൾ കണ്ടെത്തി ട്രാക്ക് ചെയ്തതായി US സൈന്യം സ്ഥിരീകരിച്ചു. അമേരിക്കൻ കനേഡിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ് റഷ്യൻ സൈന്യം ഇതിന് നൽകുന്ന വിശദീകരണം. അലാസ്ക ADIS അഥവാ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലെ റഷ്യയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം പതിവായി സംഭവിക്കുന്നുണ്ടെന്നും അമേരിക്ക പറയുന്നു. ഇതൊരു ഭീഷണിയായി ഞങ്ങൾ കാണുന്നില്ല എന്നാണ് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് പിന്നീട് പ്രസ്താവനയിൽ പറഞ്ഞത്. അലാസ്കയ്ക്ക് സമീപമുള്ള മുൻ റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ നീക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇതിന് പിന്നിൽ പ്രചരിക്കുന്ന ദുരൂഹതയ്ക്ക് രാഷ്ട്രീയവും സൈനികവും അധിനിവേശപരവുമായ ഒട്ടേറെ കാരണങ്ങളുണ്ട്.